ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ട്യൂട്ടോറിയലുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വീഡിയോസ് വൈകുന്നേരം ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ റീസെൻ്റായിട്ട് വരച്ചൊരു പോർട്രേറ്റിൻ്റെ ചില പോർഷൻസ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് ട്യൂട്ടോറിയലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് കേളി ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഇവിടെ റെഫറൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും, ബ്ലാക്കും വൈറ്റും കൂടെ ബ്ലെൻഡായിട്ടുള്ള ഒരു ടൈപ്പ് ഹെയർ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ ചെയ്യുന്ന വീഡിയോസും ഞാൻ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് സ്കിൻ ടെക്സ്ചർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പലരും റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയും തുടർന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും കേളി ഹെയർ വരയ്ക്കുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഈസിയാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ റെഫറൻസിലെ ഡാർക്ക്നെസ് അനുസരിച്ചിട്ട് അതിന് ആവശ്യമുള്ളൊരു ഗ്രേഡ് ചൂസ് ചെയ്യുക. പെൻസിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റെഡ്ലർ മാസ് ലൂമോഗ്രാഫിൻ്റെ 4B ബ്ലാക്ക് സീരീസിലുള്ള പെൻസിലാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഫസ്റ്റ് ലെയർ ഞാനിതേപോലെ പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് സ്ക്രിബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് സ്ക്രിബിൾ ചെയ്യുക. കേളി ഹെയർ വരയ്ക്കുമ്പോൾ നമുക്ക് ഓരോ ഹെയറും നോക്കി വരയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂഷ്വലി ഹെയർ വരയ്ക്കുമ്പോൾ അതൊരു ടഫ് ടാസ്ക്കാണ്. ഓരോ ഹെയർ സ്റ്റാൻഡ്സും നമ്മൾ നോക്കി കൃത്യമായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയുള്ള സ്ക്രിബിളിംഗ് മെത്തേഡിലൂടെ ആ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു ഫസ്റ്റ് ലെയറാണ്. ഇതിന് ശേഷം അതിൻ്റെ കുറച്ച് കൂടിയ വാല്യൂസ് ഉപയോഗിച്ചിട്ട് രണ്ടാമതൊരു ലെയറൂടെ ആഡ് ചെയ്യുക. ഇതൊരു സ്ക്രിബിളിംഗ് മെത്തേഡ് ആയതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൻ്റെ റിയൽ ടൈം എക്സ്റ്റൻഡഡ് വേർഷൻ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 30 minutes 1 hour വീഡിയോസ് ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഭയങ്കര ലെങ്തി ആയിരിക്കും. ചെറിയൊരു പോർഷനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ വളരെ സമയമെടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ലെങ്തി വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ അതിനൊന്ന് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഫസ്റ്റ് ലെയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അതിനുശേഷം 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് സീരീസിലുള്ള സ്റ്റെഡ്ലറിൻ്റെ ബ്ലാക്ക് സീരീസിലുള്ള 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് രണ്ടാമതൊരു ലെയറൂടെ ഞാൻ ആഡ് ചെയ്യും. നിങ്ങൾക്കിവിടെ കാണാൻ ഞാൻ പെൻസിൽ ഷാർപ്പൺ ചെയ്തിരിക്കുന്ന യൂഷ്വലി നമ്മൾ ഒരു ഷാർപ്പണർ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെയല്ല, ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ വെട്ടിയെടുത്തതാണ്. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ലെഡ് ആയിരിക്കുമ്പോൾ നമ്മൾ കൈയും പേപ്പറും തമ്മിലുള്ളൊരു ക്ലോസ് കോൺടാക്റ്റ് ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ എഡ്ജസ് കുറച്ച് ഷാർപ്പനായതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം ഡീറ്റെയിലിങ്ങിന് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കൈയും പേപ്പറും തമ്മിലുള്ള ക്ലോസ് കോൺടാക്റ്റ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ കുറവായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. ഗ്രാഫൈറ്റ് സ്മഡ്ജായി പോകാനുള്ളൊരു സാധ്യതയും കുറവായിരിക്കും. ഞാനിവിടെ സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റെഡ്ലറിൻ്റെ 8B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് സീരീസിലുള്ളത്. ആദ്യം ഉപയോഗിച്ചിരുന്നത് 4B പെൻസിലാണ്. നമ്മളിവിടെ സ്ക്രിബിളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വൈറ്റ് ഹെയർസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ക്രിബിൾ ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ വൈറ്റ് പൂർണ്ണമായിട്ടും ഗ്രാഫൈറ്റ് കവർ ആകത്തില്ല. അപ്പോൾ ഈ ഒരു വൈറ്റ് സ്പോട്ട് നമുക്ക് ഈ വൈറ്റ് ഹെയറായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് ഹെയർസ് ഡീറ്റെയിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നല്ലൊരു എഫക്റ്റും ഉണ്ടാവില്ല. നല്ല വൈറ്റ് ആകുമ്പം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നും. അപ്പം അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാതെ സ്ക്രിബിളിങ് ചെയ്യുന്നത്. റെഫറൻസ് നോക്കി കൂടുതൽ വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുതൽ കൊടുത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്കിന്നിനോട് ചേർന്ന ഭാഗത്തെ ആ ഒരു ട്രാൻസിഷനൊക്കെ അധികം ഷാർപ്പായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂസിൽ ഒരു ചേഞ്ചസ് വന്നായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതേപോലെ ഒരു ഇലക്ട്രിക് ഇറേസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് റാൻഡമായിട്ട് തന്നെ സ്ക്രിബിൾ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേളി ഹെയർ വരയ്ക്കാനുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
നമ്മൾ ചെറിയ സൈസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. ഒരു ലാർജ് സ്കെയിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫൈറ്റ് ഷെയ്ഡ് ചെയ്തുകൊണ്ട് അതിന് മുകളിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്നും കാണുക, മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വീഡിയോസ് ഡിലേ ആകുന്നതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.